പിന്നോക്കക്കാർ എന്ന് പറഞ്ഞാൽ പിന്നോക്ക ജാതിക്കാർ മാത്രമല്ല, അതിനപ്പുറത്ത് സ്ത്രീകളും പിന്നോക്കക്കാരായി ആണ്. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഭരണരംഗത്ത് സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല, കൊടുക്കുന്നില്ല. കേരളത്തിൽ ഇത്രയും വർഷമായിട്ടും ഒരു സ്ത്രീ ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടില്ല. എന്തുകൊണ്ട്? അവരെയെല്ലാം പിന്നോക്കം തള്ളി ഭരണരംഗത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ യാതൊരു കാരണവശാലും അവർ പിന്നോക്കമല്ല. നമ്മുടെ സമൂഹത്തിൽ നല്ല നല്ല മക്കളെ പ്രസവിച്ച് വളർത്തി ഈ സമൂഹത്തിന് സംഭാവന ചെയ്യുന്ന അമ്മമാർ അവരൊരിക്കലും പിന്നോക്കം നിൽക്കേണ്ടവരല്ല. അവരാണ് ഈ സമൂഹത്തിനെ നയിക്കേണ്ടവർ, സംരക്ഷിക്കേണ്ടവർ. നല്ല മക്കളെ പ്രസവിക്കാനും നല്ല മക്കളെ വളർത്താനും ഉള്ള അവരുടെ കഴിവ് നമ്മൾ അംഗീകരിച്ച് അവർക്ക് രാഷ്ട്രീയത്തിൽ അധികാര കേന്ദ്രങ്ങളിൽ അവർക്ക് പ്രാമുഖ്യം കൊടുക്കണം, അവർക്ക് ശക്തി പകരണം, അവരെ മുന്നോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി അതായിരിക്കണം നമ്മുടെ പ്രധാന ആവശ്യം എന്ന് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇരിക്കുന്നതിൽ തന്നെ കൂടുതലും അമ്മമാരാണുള്ളത്. വളരെ സന്തോഷമുണ്ട് ഇത്രയും അമ്മമാർ ഇതിൽ പങ്കെടുത്തതിൽ, ഇത് കാണാൻ കഴിഞ്ഞതിൽ. സംഘടിക്കുക, ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, സംഘടിച്ച് ശക്തരാകുക. നമ്മൾ ഒരുമിച്ച് നിന്നാൽ എല്ലാ സഹോദരങ്ങളും ഏകോദര സഹോദരങ്ങളായിട്ട് വിവേചനം എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഈ അസംഘടിതരായിട്ടുള്ള പിന്നോക്കക്കാരുടെ ശക്തിയിലാണ്, അവരുടെ പ്രവർത്തനത്തിലാണ് ഈ മുന്നോക്കക്കാർ ഇന്ന് വിലസുന്നത്. ഈ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളത് പിന്നോക്കക്കാരെന്ന് പറയുന്ന നമ്മളാണ്. അത് ആരും കണക്കാക്കുന്നില്ല. അതിനൊക്കെ ഒരു പരിഹാരം നമ്മുടെ ഈ സംഘടനകളിലൂടെ വരണം. അതിനൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്കൊക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ഈ സംരംഭത്തിന് ഉദ്ഘാടനം ചെയ്തതായിട്ട്, നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.